ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിച്ചു. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നാണ് ഇന്ന് ജാമ്യം ലഭിച്ചത്. കാരണം കഴിഞ്ഞ 18 ദിവസത്തോളമായിട്ട് ജിതിൻ ഭാസ്കർ റിമാൻഡിലായിരുന്നു. തികച്ചും രാഷ്ട്രീയമായൊരു കേസാണിത്. കാരണം ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറഞ്ഞ കാര്യം തന്നെ ഇതാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഹണ്ടിങ് ആണ്, ഒരു രാഷ്ട്രീയമായ വേട്ടയാടുകയാണ്. സർക്കാർ മാറി, അപ്പം CPM നേതാക്കളായ ആളുകളെ ഈ കേസിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പോലീസ് മാനിപ്പുലേറ്റ് ചെയ്ത കേസാണെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വാദിച്ചത്. ബഹുമാനപ്പെട്ട കോടതി എന്താണ് കണ്ടെത്തിയെന്ന് പറയണമെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചാലേ പറയാൻ പറ്റൂ. ഇന്ന് വൈകുന്നേരമാണ് വിധി പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ജഡ്ജ്മെൻറ്റ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ശരിയായ കാര്യങ്ങൾ, തെളിവില്ലാത്തൊരു കേസ് രണ്ട് കൊല്ലത്തോളമായിട്ട് പോലീസ് തന്നെയാണ് അന്വേഷിച്ചത്, കേരള പോലീസ് തന്നെയാണ് അന്വേഷിച്ചത്. പിന്നീട് ഇങ്ങനെ ഒരു ടേൺ ഉണ്ടാവുക എന്ന് പറഞ്ഞത് തന്നെ ദൗർഭാഗ്യകരമാണ്. ഏതായാലും യഥാർത്ഥ വസ്തുതകൾ കേസിൻ്റെ വിചാരണ വേളയിൽ കോടതിയിൽ കാണിക്കാനും കോടതിയിൽ അറിയിക്കാനും കഴിയുമെന്നൊക്കെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇവർക്കൊന്നും യാതൊരു പങ്കുമില്ല എന്ന വ്യക്തമായ അറിയുന്ന നിലയിൽ തന്നെയാണ് ഞാൻ കോടതിയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വാദിച്ചത്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന കഥ അതൊരു കഥ മാത്രമാണ്. ആരോ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, ഒരു സ്ക്രീൻഷോട്ട്, അത് ഒരാൾ വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്തെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ അജണ്ട മാത്രമാണ്. ആരോ ഉണ്ടാക്കി ആ ഇലക്ഷൻ സമയത്ത് CPM കരിവാരത്തേക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. അത് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായ ശേഷം പുതിയ സർക്കാർ വന്നപ്പോൾ ഒരു പുതിയ ടീം ഉണ്ടാക്കുന്നു. ഈ ആദ്യം ചോദ്യം ചെയ്ത ആളെയൊക്കെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അവരെ പ്രതിയാക്കുന്നു. ആ സംഭവമാണ് ഉണ്ടായത്. ഏതായാലും ഇത് കോടതിയിൽ നമ്മൾ കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. ഒരു ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷനും പോലീസും എന്തിനാണ് എതിർത്തതെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരു കാര്യമില്ലാത്തൊരു കേസിൽ ഈ പ്രോസിക്യൂഷനും അതേപോലെ പോലീസൊക്കെ ഇയാൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. വേറെ യാതൊരു കാരണവും കാണാൻ കഴിയുന്നില്ല. കാരണം തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ജിതിൻ ഭാസ്കറിൻ്റെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കയ്യിലാണ്. അതൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കഴിഞ്ഞു, ലാബിലേക്ക് അയച്ചു കഴിഞ്ഞു. എന്നിട്ടും ജിതിന ജയിലിൽ തന്നെ ഇടണം എന്ന് പറയുമ്പോൾ ഉള്ളത് അതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിട്ട് കാണാൻ കഴിയുള്ളൂ. ഏതായാലും നമ്മൾ ഒരു കേസ് നിലനിൽക്കുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പാടില്ല. അതായത് ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസിൻ്റെ വിചാരണ സമയത്ത് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിന് അനുസൃതമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കേസിൻ്റെ ഒരു ജാമ്യാപേക്ഷ നിൽക്കുന്ന സമയത്ത് ആ കേസിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചോ ആ വിധിന്യായത്തെക്കുറിച്ചോ പരാമർശിക്കുന്നത് ശരിയല്ല.